ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില സാഹചര്യത്തിലെങ്കിലും എന്ത് തീരുമാനമെടുക്കണം എന്നൊരു കൺഫ്യൂഷനിലൂടെ നാം കടന്നു പോകാറുണ്ടല്ലേ. ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് അവരേത് പ്രൊഫഷണൽ ഡിഗ്രി തിരഞ്ഞെടുക്കണം, അവരെവിടെ പോയി ജോലി ചെയ്യണം, ഏത് കോളേജിൽ പോയി പഠിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്കും നമ്മുടെ കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് അധ്യയന വർഷം തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിന് ഉപകരിക്കുന്ന ഒരു ദൈവവചനം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ദൈവത്തിന് നമ്മെ ഓരോരുത്തരെക്കുറിച്ച് പദ്ധതിയുണ്ട്. ജെറമ്യ 29:11 നാം ഇത് വായിക്കുന്നുമുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി, ഹിതം അറിയണമെങ്കിൽ നാം ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാനായിട്ട് ദൈവിക ജ്ഞാനം ലഭിക്കണം നമുക്ക്. ഈ ദൈവിക ജ്ഞാനം അന്വേഷിക്കുന്ന ദൈവവചനമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതെന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 9 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവം നയിക്കും. തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. ഈ ഒരു വചനം വായിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദൈവിക ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കുഞ്ഞു കുട്ടികളെ മുതൽ ഈ വചനം വായിച്ച് പഠിപ്പിക്കാവുന്നതാണ്. ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമോ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപോ കുട്ടികളെ കൊണ്ട് ഈ ഒരു വചനം വായിപ്പിക്കുക. അവരുടെ ജീവിതത്തിൽ ക്ലെയിം ചെയ്ത് നിങ്ങളും അവരോടൊപ്പം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ദൈവിക ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ കുട്ടികൾ ഒരു വലിയ ക്രൈസിസിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണെങ്കിൽ ഈ ഒരു ദൈവവചനം 33 ദിവസം മുടങ്ങാതെ വായിച്ച് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ സാക്ഷികളായിട്ട് മാറും. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ ഈ ദൈവവചനം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വചനം നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യുന്നത്. നിങ്ങളറിയാവുന്ന എല്ലാവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാ മഹത്വവും ഈശോ മിശിഹായ്ക്ക് വേണ്ടി മാത്രം. ആമേൻ.